ഇന്നത്തെ IPL മത്സരത്തിൽ രാജസ്ഥാനും പഞ്ചാബുമാണ് നേർക്കുനേർ വന്നത്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് രാജസ്ഥാനായിരുന്നു. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ജയ്സ്വാൾ 4-ാം ബോളിൽ ഔട്ടായി. ബട്ട്ലർ ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരുന്നു ഇന്ന് രാജസ്ഥാന്. ജയ്സ്വാളും കാഡ്മോറുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. പിന്നീട് ജയ്സ്വാൾ ഔട്ടായി സഞ്ജു കളത്തിലെത്തി. സഞ്ജുവിനും അധികം ആയുസുണ്ടായിരുന്നില്ല. 18 റൺസ് എടുത്ത് സഞ്ജു പുറത്തായി. പിന്നീട് രാജസ്ഥാന്റെ നട്ടല്ലായത് റിയാൻ പരാഗ് ആയിരുന്നു. 48 റൺസാണ് റിയാൻ പരാഗ് അടിച്ചുകൂടിയത്. അതുപോലെ അശ്വിനും മികച്ചൊരു സപ്പോർട്ട് കൊടുത്തു. പക്ഷെ രാജസ്ഥാന് വലിയൊരു ടാർഗറ്റ് നേടാൻ സാധിച്ചില്ല. പിന്നീട് വന്നവരെല്ലാം തന്നെ പെട്ടെന്ന് ഔട്ടായി. ജൂറൽ ഡെക്കിലാണ് പുറത്തായത്. അതുപോലെ റോമാൻ ബൗലും പെട്ടെന്ന് ഔട്ടായി. ഇതോടുകൂടി രാജസ്ഥാൻ ഡൗൺ ആയി. അങ്ങനെ രാജസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനെ സംബന്ധിച്ച് ഇത് ചെറിയൊരു ടാർഗറ്റ് ആയിരുന്നു. പിന്നീട് പഞ്ചാബ് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. പഞ്ചാബിനും തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിൽ തന്നെ പഞ്ചാബിന്റെ ഓപ്പണറെ രാജസ്ഥാൻ മടക്കി. പിന്നീട് അങ്ങോട്ട് പഞ്ചാബിന്റെ വിക്കറ്റുകൾ തുരുതുരു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 48 റൺസിൽ 4 വിക്കറ്റ് പഞ്ചാബിന്റെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സാം കറൻ ഒരുക്കമല്ലായിരുന്നു. സാം കറൻ ഒരു ഭാഗത്ത് മികച്ച കളി പുറത്തെടുത്തു. ഒരു ക്യാപ്റ്റന്റെ കടമ സാം കറൻ കൃത്യമായി നിർവഹിച്ചു. ഇന്നത്തേത് ഒരു സ്ലോ പിച്ച് ആയിരുന്നു. അതുകൊണ്ട് റൺസ് പെട്ടെന്ന് വഴങ്ങുന്നില്ലായിരുന്നു. രാജസ്ഥാൻ ബൗളേഴ്സ് മികച്ച പ്രകടനം പുറത്തെടുത്തു. പക്ഷേ രാജസ്ഥാന്റെ ടാർഗറ്റ് ചെറിയതായിരുന്നു. പഞ്ചാബിന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വാശിയേറിയ മത്സരം തന്നെയായിരുന്നു ഇന്നത്തേത്. കളി അവസാനം വരെ നീണ്ടു നിന്നു. ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.